അവിശ്വാസപ്രമേയം ചർച്ച ചെയ്യാതെ ചട്ടവിരുദ്ധമാണ്. അശ്ലീല പരാമർശം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന് നിങ്ങളെല്ലാവരും കേട്ടതാണ്. ഞാൻ ഒരിക്കലും പറയാത്ത കാര്യമാണ്. അത് തന്നെയല്ല 164 പ്രകാരം ഞാൻ മജിസ്ട്രേറ്റിന്റെ കൊടുത്ത രഹസ്യമൊഴി എന്ന് പറഞ്ഞു. ഇടയ്ക്ക് കയറി പറയണ്ട, ഞാൻ പറയാം. ഇവിടെ മീഡിയ നിങ്ങളെല്ലാവരും കേട്ടതാണ്. ഞാൻ പറയാത്ത വളരെ മോശമായ വാക്കുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ നിയമപരമായ നടപടിക്ക് ഞാൻ പോകും, പരാതി കൊടുക്കും, തീരുമാനിച്ചിട്ടുണ്ട്. വിശദീകരണം വേണ്ട, എനിക്ക് വിശദീകരണം നിങ്ങളുടെ അടുത്തൊന്നല്ല. എന്റെ സഹോദര വീണോടത്ത് കിടന്നുരുളുണ്ട. ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും കേട്ടതാണ്. മുഴുവൻ ആളുകളും കേട്ടതാണ്. ശരി, നിങ്ങൾ ദയവ് ചെയ്ത് പറഞ്ഞു. ഇനി എനിക്കൊന്നില്ല. ഇനി അതിന് നമ്മുടെ കൗൺസിലിന്റെ അജണ്ടയിലേക്ക് കിടക്കുകയാണ്. അതുകൊണ്ടാണ് കൗൺസിൽ യോഗങ്ങളൊക്കെ നിയമസഭ റിപ്പോർട്ട് ചെയ്യാൻ അധികാരം ഉണ്ട്. ഇത്രയും നേരം നിങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് വരെ ഒരു മീഡിയയും ഭയപ്പെട്ടിട്ടില്ല. ഞങ്ങളെല്ലാവരും തല ഉയർത്തി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളാരും ഒരു തെറ്റും ചെയ്തവരല്ല. ഞങ്ങളാരും പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ കൗൺസിലുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കാനുള്ളതുകൊണ്ടാണ് നിങ്ങളോട് വെളിയിലേക്ക് നിൽക്കാൻ ദയവായി പറഞ്ഞത്. നമുക്ക് താഴെ കാണാം. നിങ്ങൾക്ക് താഴെ കാണാം. ബാക്കി വിശദീകരണം അവിടെ തരും. ഈ കൗൺസിൽ യോഗത്തിൽ നടക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ലഭിക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള സംവിധാനം നഗരസഭ നിലവിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കേണ്ട സാഹചര്യം നിലവിൽ ഇവിടെ ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ എങ്ങനെയാ വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ സാധാരണ കൗൺസിൽ കൂടുന്നതിനാണ് ഇവിടെ വന്നത്. അടച്ചിട്ട മുറിയല്ല, ആർക്ക് വേണേലും തുറന്നു വരാൻ പൂട്ടിയിട്ടില്ല. ആക്ട് വായിക്കാനില്ല. ആരെയാണ് ഇതിനകത്ത് കടത്തേണ്ടതെന്ന് ചെയർപേഴ്സന്റെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞതാണ്. വാഹനം പോലീസ് ഈ കൗൺസിൽ യോഗം ആരംഭിച്ചപ്പോൾ മുതൽ ഈ കൗൺസിൽ യോഗത്തിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇവിടെ ഇതുവരെ നിങ്ങളുടെ ചാനലുകൾ വഴി നിങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നു. അതിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത് രണ്ടാമത് സംസാരിച്ച ശ്രീ ബോബൻ വർഗീസ് ഉപയോഗിച്ച ഭാഷ എന്താണെന്ന് നിങ്ങൾ കേട്ടു. ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് മുമ്പാകെ കൊടുത്തിട്ടുള്ള രഹസ്യമൊഴിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റാത്ത ഭാഷ ഉപയോഗിച്ച് ഇവിടെ ചെയർപേഴ്സണോട് മോശമായ രൂപത്തിൽ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടു. ഈ രൂപത്തിലുള്ള സംസാരവും ഈ രൂപത്തിലുള്ള പ്രവൃത്തിയുമാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങളിപ്പോൾ പറയുന്നു, ഇതുവരെ നിങ്ങൾ മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് ഇതുവരെയുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളും എല്ലാം പകർത്താൻ അവസരം കിട്ടി. നിങ്ങളത് പകർത്തി. മാധ്യമങ്ങളെ ആരും വെറുപ്പിക്കുന്നില്ല, മാധ്യമങ്ങളെ മാറ്റി നിർത്തുന്നില്ല. തുടർന്ന് ഞങ്ങളുടെ കൗൺസിൽ മീറ്റിംഗ് നടത്തിക്കൊണ്ടു പോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് കൊണ്ടാണ് നിങ്ങളോട് പുറത്ത് നിൽക്കുക എന്ന് ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പ്രിൻസ് പറയുന്നത് ഏറ്റു പറയാൻ നിൽക്കുന്ന ആളല്ല. ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇത്രയും നേരം മാധ്യമപ്രവർത്തകർ ഇത്രയും നേരം നിങ്ങൾക്ക് കിട്ടാനുള്ള വാർത്തകളും പ്രാധാന്യങ്ങളും നിങ്ങൾ ഉൾക്കൊണ്ടു, നിങ്ങൾ ചിത്രീകരിച്ചു. അതിനുശേഷം നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ കുറച്ചു നേരം പുറത്ത് നിൽക്കുക. ഞങ്ങൾ കൗൺസിൽ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പത്രസമ്മേളനം നടത്തും. സംഘർഷം മാത്രം ചിത്രീകരിക്കാൻ വന്ന മാധ്യമപ്രവർത്തകരല്ലേ കൂത്താട്ടുകുളത്തെ ഇപ്പോൾ ഈ അജണ്ടയിൽ പറയുന്ന സാമ്പത്തിക കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്, വാർഡ് സഭകളെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. ഇതൊന്നും മാധ്യമം പുറത്ത് അറിയിക്കുന്നുണ്ടെന്ന തീരുമാനമാണോ ഭരണസമിതി? ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൗൺസിലിന് ശേഷം ഞങ്ങൾ പത്രസമ്മേളനം നടത്തുന്നുണ്ട്. ആ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറയാനുള്ള കാര്യം പറയും. ആ സംസാരിക്കുന്ന കൗൺസിലർമാരുടെ ദൃശ്യം ലഭിക്കാൻ എന്താണ് ഒരു വഴി? എങ്ങനെ അത് എല്ലാ ദിവസവും എല്ലാ മാസത്തിലും 2-3 കൗൺസിൽ യോഗം നടക്കുന്നുണ്ടല്ലോ. അന്നാരും നിങ്ങൾ ദൃശ്യത്തിന് വന്നിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ അല്ല നിക്ക ഞാൻ ചോദിക്കണേ ആ ഒരു നിയമവും ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇത്രയും നേരം ദൃശ്യങ്ങൾ കിട്ടി. നിങ്ങൾക്ക് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പകർത്തി ലൈവായിട്ട് നിങ്ങൾ എടുത്തു. ഇനി ഞങ്ങൾ കൗൺസിലുമായിട്ട് മുന്നോട്ട് പോകട്ടെ.